നിങ്ങൾ കടുവയെ പഠിപ്പിക്കാൻ പോവുകയാണോ? അൻവറിന്റെ ആവശ്യം വിസമ്മതിച്ച് സുപ്രീം കോടതി. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനുള്ള കർമ്മ പരിപാടി തയ്യാറാക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്ന നിലമ്പൂർ MLA PV അൻവറിന്റെ ആവശ്യത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. മനുഷ്യ വന്യജീവി സംഘർഷം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. നിങ്ങൾ കടുവയെ പഠിപ്പിക്കാൻ പോവുകയാണോ എന്നും PV അൻവറിന്റെ അഭിഭാഷകനോട് സുപ്രീം കോടതി ആരാഞ്ഞു. കർമ്മ പരിപാടി തയ്യാറാക്കുന്നതിന് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതി രൂപവൽക്കരിക്കണമെന്നായിരുന്നു അൻവറിന്റെ ഹർജിയിലെ ആവശ്യം. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം കർമ്മ പരിപാടി തയ്യാറാക്കേണ്ടതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനോടകം തന്നെ കർമ്മ പരിപാടി രൂപവൽക്കരിച്ചിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നയത്തിന്റെയും പരിപാടികളുടെയും അഭാവമല്ല, മറിച്ച് അത് നടപ്പിലാക്കുന്നതിനുള്ള പോരായ്മയാണ് പ്രശ്നത്തിന് കാരണമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന് നിലവിലുള്ള നയം ഫലപ്രദമല്ലെന്ന് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് നിങ്ങൾ കടുവയെ പഠിപ്പിക്കാൻ പോവുകയാണോ എന്ന് സുപ്രീം കോടതി ആരാഞ്ഞത്. എന്നാൽ ഈ വിഷയത്തെ കോടതി അങ്ങനെ കാണരുതെന്ന് അൻവറിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഇന്നും ഒരാൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് അൻവറിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ രാഗേന്ദ് ബസന്തും അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനും ചൂണ്ടിക്കാട്ടി. എന്നാൽ താൻ വരുന്ന സംസ്ഥാനത്തും ഇതേ പ്രശ്നങ്ങളുണ്ടെന്ന് ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് സുധാൻഷു ധുലിയ പറഞ്ഞു. എല്ലാ സംസ്ഥാനത്തും പ്രശ്നമുണ്ട്. ഓരോ സംസ്ഥാനത്തെ പ്രശ്നത്തിനും വ്യത്യസ്ത കാരണമാണെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ഇതേ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ അൻവറിന് കോടതി അനുമതി നൽകി.